ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ ഞാൻ കൃഷ്ണയെ ഇവിടുന്ന് യാത്രയാക്കിയത് എന്റെ സ്വന്തം മകളെന്ന ഫീലോടുകൂടി തന്നെയാണ്. വിവാഹ മണ്ഡപത്തിൽ വെച്ചും അങ്ങനെ ഉണ്ടായി. ഞാൻ എന്റെ ഗാഥമോളെ തൊടുന്ന പോലെ തന്നെ, അവളെ ചേർത്ത് പിടിക്കുന്ന പോലെ തന്നെ. മനസ്സൊക്കെ ഫ്രഷായോ സാറേ? എങ്ങനെയുണ്ടായിരുന്നു ഭാര്യഗ്രഹത്തിലെ താമസമൊക്കെ? കുഴപ്പമില്ലായിരുന്നു. മണിയറിലെത്തിയപ്പോഴേ ഗാഥമഠം ഇവിടുത്തെ പോലെ തളർന്നൊന്നും വീണില്ലല്ലോ അല്ലേ? തനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? അമ്മേ, ഇതെന്താ? സിത്താര മേഡത്തിന്റെ ഗിഫ്റ്റാ. നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ നിർമ്മലേ? ഓ, കാശുള്ളവർക്ക് എന്താ കാണിക്കാൻ പറ്റാത്തത്? അമ്മേ, ആ ഇത് ബെൽജിയം കട്ട് ഓർണമെന്റ്സാ. ആ ഫേമസ് ബ്രാൻഡാ. അവസാനം കീർത്തി ഒരു കാര്യം കൃത്യമായിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞു. താങ്ക് യു കീർത്തി. അല്ല സാറേ, ഇതെന്നാ വിലയുണ്ടോ? ഓ, ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരു 1-2 lakhs കാണുമായിരിക്കും. നോ, ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 25 lakhs. 25 ലക്ഷം ഉണ്ടാവും അമ്മേ. ഒറിജിനലിന്റെ വില അതാ, ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോ അമ്മയുടെ സംശയമൊക്കെ തീർന്നല്ലോ അല്ലേ? എന്തായാലും മമ്മിയുടെ പ്രസന്റ് അല്ലേ, ഇപ്പോൾ ഇതൊന്ന് കഴുത്തിലിട്ടെ. അയ്യോ, ഇതെനിക്ക് വേണ്ട. ഇത് ഗാഥ മേഡത്തിനുള്ളതാ. ഏത് ഗാഥാ മേഡം? ഗാഥാ മേഡത്തിനുള്ളതെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ ഗാഥ? ഞങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലായില്ലല്ലോ. ആ, ഇതിലെന്തോ ഒരു കുരുക്കുണ്ട്. എന്ത് കുരുക്ക്? ഈ ഗാഥമാടത്തിന്റെ തമാശകളെ നിങ്ങൾക്കൊന്നും അറിയാനിട്ടാന്നേ. സംശയം ഉണ്ടെങ്കിലേ നമീ സാറിനോട് ചോദിച്ചു നോക്ക്. ഇപ്പോഴല്ലേ ഗാഥമഠം ഓരോന്ന് പറഞ്ഞ ആൾക്കാരെ നെട്ടിക്കാത്തത്. പണ്ട് സാറ് പരിചയപ്പെട്ട സമയത്തെ രാവിലെ ഒരു ഷോക്ക്, ഉച്ചയ്ക്കൊരു ഷോക്ക്, പിന്നെ വൈകിട്ട് വേറൊരു ഷോക്ക് കൂടെ. അങ്ങനെയായിരുന്നു ഗാഥമാടത്തിന്റെ ഓരോരോ പ്രോഗ്രാംസേ, അല്ലേ മാഡം? കുറച്ചെന്നെ പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പഴയ ആളല്ലല്ലോ ഗാഥ. ആ പഴയ ആളുടെ ഓർമ്മ ചെറുതായിട്ടൊന്ന് നിലനിന്ന് പോവട്ടെ എന്ന് കരുതി പറഞ്ഞതാ. വാ മോളെ, നമുക്ക് അകത്തേക്ക് പോവാം. പാടാ, വാ. അല്ലേലും അവളെന്താ അങ്ങനെ പറഞ്ഞത് അല്ലേ കീർത്തി? എന്നല്ലേ അമ്മായിയുടെ മനസ്സിൽ ഇപ്പോ? ആ പറഞ്ഞതിന്റെ അർത്ഥം നോക്കി ഇന്നത്തെ ദിവസം മുഴുവനും അമ്മയും മോളും കളയാൻ നിൽക്കണ്ട. ഒരു ഉത്തരവും കിട്ടാൻ പോകുന്നില്ല. ഗാഥാമാടത്തിന്റെ നമ്പറുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അമ്മേ, ചില മായക്കാഴ്ചകള് എന്റെയും നിന്റെ അച്ഛന്റെ ഒക്കെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അതൊന്നും വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കുറച്ച് സൂക്ഷിക്കണം. നമുക്കാർക്കും അറിയാത്ത എന്തോന്ന് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്താ സിനി? ഒന്നുമില്ല മാം. ഞാൻ കൃഷ്ണയോട് മാം പെരുമാറിയതിന്റെ രീതിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാൻ കാണുന്ന സാഹചര്യങ്ങളിലൊക്കെ മാം ഗൗരവക്കാരിയാ. പക്ഷെ മാമിന്റെ ഉള്ളിൽ ഒരുപാട് നന്മകളുണ്ട്. പലപ്പോഴും അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാ.
ഇപ്പോ കൃഷ്ണയുടെ കാര്യത്തിലും സിനി, ഗാഥമോളുടെ കുറ്റപ്പെടുത്തലുകൾ വെറുതെയായിരുന്നില്ല. ഇപ്പൊ ഞാൻ കൃഷ്ണയെ ഇവിടുന്ന് യാത്രയാക്കിയത് എന്റെ സ്വന്തം മകളെന്ന ഫീലോടുകൂടി തന്നെയാണ്. വിവാഹ മണ്ഡപത്തിൽ വെച്ചും അങ്ങനെ ഉണ്ടായി. ഞാൻ എന്റെ ഗാഥമോളെ തൊടുന്ന പോലെ തന്നെ, അവളെ ചേർത്ത് പിടിക്കുന്ന പോലെ തന്നെ. അവക്ക് ഞാൻ ഉമ്മ കൊടുത്തപ്പോഴും അവളത് തിരിച്ചു തന്നപ്പോഴും ഒക്കെ അത് ഏറ്റുവാങ്ങിയത് എന്നിലെ അമ്മ തന്നെയായിരുന്നു. അതെങ്ങനെയാ സംഭവിച്ചെന്നൊന്നും എനിക്കറിയില്ല. കരാറ് കഴിഞ്ഞിട്ടും അവള് മാമിനെ അനുസരിക്കുന്നത് ഓർത്തിട്ടായിരിക്കും. ഇത്രയും വലിയ ആപത്തിലേക്ക് ഒന്നും മിണ്ടാതെ അവള് പോയതുകൊണ്ടായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും മാം. എനിക്കറിയില്ല. ചില കാര്യങ്ങൾ എന്റെ മനസ്സിൽ തുടരുതെന്ന് ഞാൻ തീരുമാനിച്ച പിന്നെ അത് സംഭവിക്കാറില്ല. ഇത് പക്ഷേ സാരില്ല. സിനി ചെല്ലേ. എന്താ ഇത്? മനസ്സിന്ന് മാഞ്ഞു പോകുന്നില്ലല്ലോ. മുത്തശ്ശി, മുത്തശ്ശി എന്നെ വിളിച്ചിരുന്നോ? വാ മോളെ, എനിക്ക് മോളോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മോള് ചെറുപ്പമാണ്. ഇത്രയും ചെറുപ്പമായ നിന്നെ കൊണ്ട് കഠിനമായൊരു കാര്യം ചെയ്യിക്കുന്നതില് മുത്തശ്ശിക്ക് സങ്കടമുണ്ട്. പക്ഷേ നമ്മുടെ മുന്നില് വേറെ മാർഗങ്ങളില്ലല്ലോ മോളെ. ഇന്നലെ ഉണ്ടായ സംഭവം അതല്ലേ സൂചിപ്പിക്കുന്നേ. പേടിക്കാതിരിക്കാൻ പറ്റുമോ? ഇന്നലെ അവിടെ വന്ന് നിങ്ങളെ കണ്ടതിന് ശേഷം മുത്തശ്ശി ഇവിടെ തിരിച്ചെത്തിയത് വല്ലാത്ത വിഷമത്തിലാ. കുറെ നേരം പോയി മുത്തശ്ശി പൂജാമുറിയിലിരുന്നു. അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞു. ഇന്നലെ മോൾക്ക് പിറകെ വന്ന നാഗം മോളെ ഉപദ്രവിച്ചിരുന്നെങ്കിലോ? നാഗം വന്നത് നല്ല സൂചനയല്ല മോളെ. അതെന്നേക്കുമായി ഒഴിവാക്കിയേ പറ്റൂ.